ഹലോ ഫ്രണ്ട്സ്, കേപ്പ് ടൗണിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണിത്. തലേ ദിവസത്തെ കാലാവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി നല്ല ക്ലിയർ സ്കൈ ആയതുകൊണ്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് തന്നെ പ്ലാൻ ചെയ്തു. ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്നും ഏകദേശം 44 കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള ബോൾഡേഴ്സ് ബീച്ചിലേക്കാണ് ഇന്നത്തെ ട്രിപ്പ്. അവിടെ നിന്നും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, കേപ്പ് പോയിന്റ് എന്നിവയാണ് അടുത്ത ഡെസ്റ്റിനേഷൻസ്. ആകെ 64 കിലോമീറ്റേഴ്സ് ട്രാവലാണ് ഇന്നുള്ളത്. സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും മനോഹരമായ കോസ്റ്റൽ സിറ്റിയാണ് കേപ്പ് ടൗൺ. ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന വളരെ പ്രശസ്തമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് കേപ്പ് ടൗൺ. കേപ്പ് ടൗണിന് 15th സെഞ്ച്വറി മുതൽ തുടങ്ങുന്ന ഒരു റിച്ച് ഹിസ്റ്ററിയുണ്ട്. ആദ്യമായി കേപ്പ് ടൗണിലെത്തിയ യൂറോപ്യൻസ് പോർച്ചുഗീസുകാരാണ്. 1488 പോർച്ചുഗീസ് സഞ്ചാരിയായ ബാർത്തലോമയോ ഡിയാസ് ആദ്യമായി എത്തുന്നവരെ കേപ്പ് ടൗണിനെക്കുറിച്ച് എവിടെയും മെൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നീട് കേപ്പ് ടൗണിൽ എത്തിച്ചേർന്ന യൂറോപ്യൻ വാസ്കോ ഡ ഗാമയാണ്. 1497 യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കുള്ള റൂട്ട് കണ്ടുപിടിക്കുന്നതിനിടയിലാണ് വാസ്കോ ഡ ഗാമ കേപ്പിൽ എത്തുന്നത്. പിന്നീട് 1652 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴിയാണ് കേപ്പ് ടൗൺ എന്ന സിറ്റി രൂപം കൊള്ളുന്നത്. അങ്ങനെ കേപ്പ് ടൗൺ ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്തെ പ്രധാനപ്പെട്ട ഷിപ്പ് ട്രേഡിംഗ് പോർട്ടായി മാറുകയാണ് ഉണ്ടായത്. അതോടൊപ്പം സ്ലേവ് ട്രേഡും, അതായത് അടിമക്കച്ചവടം കേപ്പ് ടൗണിൽ വളർന്നു വന്നു. പിന്നീടുണ്ടായ പലതരം പൊളിറ്റിക്കൽ ഇവൻറ്റ്സിൻ്റെ ഭാഗമായി കേപ്പ് ടൗണിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. എന്നാൽ 1886 ഗോൾഡ് റഷ് കാരണം ജോഹാനസ്ബർഗ് വലിയൊരു സിറ്റിയായി വളർന്നതോടെ കേപ്പ് ടൗണിന് ഒരു സിംഗിൾ ഡോമിനൻ്റ് സിറ്റി എന്ന നിലനിൽപ്പ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും കേപ്പ് ടൗൺ ഇന്ന് മഹത്തായ ഒരു ചരിത്രം ഉറങ്ങുന്ന പലതരത്തിലുള്ള സംസ്കാരങ്ങൾ ഇടകലർന്ന ഒരു സിറ്റിയാണ്. സൗത്ത് ആഫ്രിക്കയിലെ വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലുള്ള സൈമൺസ് ടൗണിലാണ് ബോൾഡേഴ്സ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. കേപ്പ് പെനിൻസുലയിലെ ഈ മനോഹരമായ ബീച്ചിനെ ബോൾഡേഴ്സ് ബേ എന്നും പറയും. കേപ്പ് പെൻഗ്വിൻ എന്നറിയപ്പെടുന്ന സൗത്ത് ആഫ്രിക്കൻ പെൻഗ്വിൻസിനെ ധാരാളമായി കാണപ്പെടുന്നതുകൊണ്ട് ബോൾഡേഴ്സ് ബീച്ച് കേപ്പ് ടൗണിലെ വളരെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഈ കേപ്പ് പെൻഗ്വിൻസ് ഇവിടെ 1982 വന്നതെന്ന് പറയപ്പെടുന്നു. സൗത്ത് ആഫ്രിക്കയുടെയും നമീബിയയുടെയും കടൽത്തീരങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ കേപ്പ് പെൻഗ്വിൻസ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസാണ്. അതുകൊണ്ട് തന്നെ ഈ പെൻഗ്വിൻസ് കേപ്പ് നേച്ചർ കൺസർവേഷൻ്റെ സംരക്ഷണത്തിലാണ്. ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലുള്ള ട്രൈബ്സ് ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ആഫ്രിക്കൻ ക്രാഫ്റ്റ് മാർക്കറ്റ് നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഉടനീളം കാണാൻ കഴിയും. അവരുടെ തനത് ട്രഡീഷനും കൾച്ചറും
എല്ലാം നമുക്ക് ഈ വൈവിധ്യങ്ങളായ ആഫ്രിക്കൻ ക്രാഫ്റ്റിൽ കാണാം. ഒരു ഷോ പീസ് എന്നതിനേക്കാൾ ഉപരി പ്രവർത്തനയോഗ്യമായ യൂട്ടിലിറ്റേറിയൻ ക്രാഫ്റ്റാണ് ആഫ്രിക്കൻ ട്രൈബ്സിൻ്റേത്. അലങ്കാര വസ്തുക്കളിൽ വെറും എസ്തെറ്റിക്സ് മാത്രമല്ല കാണാൻ കഴിയുന്നത്. ആഫ്രിക്കൻ ട്രൈബ്സ് അവരുടെ സമൂഹത്തിൽ വില കൽപ്പിക്കുന്ന സ്പിരിച്വാലിറ്റി, സിംബോളിസം എന്നീ വാല്യൂസും കൃത്യമായി പ്രകടമാകുന്നുണ്ട്. ഇവയിൽ ആഫ്രിക്കൻ ഓസ്ട്രിച്ച് എഗ് ഒരു പ്രധാന ഇനമാണ്. ഹാൻഡ് പെയിൻറ്റിംഗ് ചെയ്തിട്ടുള്ള ഓസ്ട്രിച്ച് എഗ്സ് അതിലൊരു ടൈപ്പ്. മറ്റൊന്ന് ഡീകുപ്പാഷ് ചെയ്തിട്ടുള്ളവയാണ്. കട്ടൗട്ടുകൾ ഉണ്ടാക്കി എഗ്ഗിൻ്റെ പുറംഭാഗം കവർ ചെയ്ത് കോട്ട് ചെയ്യുന്നതാണ് ഡീകുപ്പാഷ്. ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്ക് മെറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ പരിധിയിൽ വരുന്നതുകൊണ്ട് ബോൾഡേഴ്സ് ബീച്ച് എപ്പോഴും വൃത്തിയായി സംരക്ഷിച്ചു വരുന്നു. അതോടൊപ്പം വളരെ സേഫും ഓവർ ക്രൗഡിംഗ് ഇല്ലാത്തതുമായ ഒരു ഏരിയ കൂടിയാണ് ഇവിടെ. വ്യത്യസ്തമായ ആർക്കിടെക്ചർ സ്റ്റൈൽസാണ് കേപ്പ് ടൗണിൽ നമ്മൾ കാണുന്നത്. ഒരു കേപ്പ് ടൗൺ സ്ട്രീറ്റിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ട്രഡീഷണൽ ഡച്ച് സ്റ്റൈൽ മുതൽ ആർട്ട് ഡെക്കോ സ്റ്റൈൽ വരെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നു. കേപ്പ് ടൗൺ ബിൽഡിങ്സിനെ കുറിച്ച് പറയുമ്പോൾ പഴമയും പുതുമയും തമ്മിലുള്ള ഒരു വ്യക്തമായ സെൻസ് ഓഫ് യൂണിഫോമിറ്റി നിലനിർത്താനുള്ള ശ്രമം എല്ലായിടത്തും കാണാം. ഇതോടൊപ്പം കേപ്പ് ടൗണിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് തന്നെ ഇവിടുത്തെ ആർക്കിടെക്ചറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഡിസൈൻ ചാലഞ്ച് തന്നെയാണ്. ട്രഡീഷണൽ ആർക്കിടെക്ചറും പലതരം വെസ്റ്റേൺ കൾച്ചറൽ ഇൻഫ്ലുവൻസും കൂടി ചേരുമ്പോൾ കേപ്പ് ടൗണിന് ഒരു യുണീക്ക് ആർക്കിടെക്ചർ തന്നെയാണെന്ന് പറയാം. ആഫ്രിക്കയുടെ ഏറ്റവും സദേൺ ടിപ്പിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ കിഴക്കുഭാഗം ഇന്ത്യൻ ഓഷ്യനും പടിഞ്ഞാറ് ഭാഗം അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ടാണ് കിടക്കുന്നത്. ഇതിൽ കേപ്പ് ടൗൺ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേപ്പ് പോയിന്റിൽ നിന്നും കുറച്ചുകൂടി സൗത്ത് ഈസ്റ്റിലേക്ക് മാറി കേപ്പ് അഗലസ് എന്ന സ്ഥലത്താണ് ഇന്ത്യൻ ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും മീറ്റ് ചെയ്യുന്നത്. ഇതുതന്നെയാണ് ആഫ്രിക്കയുടെ സദേൺ മോസ്റ്റ് പോയിന്റും. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പാണ് ആഫ്രിക്കയുടെ സദേൺ ടിപ്പ് എന്നാണ് പൊതുവെയുള്ള ധാരണ. പക്ഷേ സദേൺ ടിപ്പായ കേപ്പ് അഗലസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ നിന്നും 150 കിലോമീറ്റേഴ്സ് സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഡെസ്റ്റിനേഷനായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്.
1488 പോർച്ചുഗീസ് സഞ്ചാരിയായ ബാത്തലോമിയോ ഡിയാസ് ആദ്യമായി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലായിരുന്നു എത്തിച്ചേർന്നത്. അദ്ദേഹം അതിനെ കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നാണ് പേരിട്ടത്. പിന്നീട് കേപ്പ് ഓഫ് സ്റ്റോംസ് എന്ന ഈ സ്ഥലം യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ വഴിത്തിരിവായതോടുകൂടി അതിൻ്റെ പേര് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് മാറ്റുകയാണ് ഉണ്ടായത്. സൗത്ത് ആഫ്രിക്കയുടെ ട്രേഡിംഗ് ഹിസ്റ്ററിയിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയുണ്ട്. യൂറോപ്പിൽ നിന്നും ഏഷ്യൻ കോളനിയിലേക്കുള്ള കപ്പലുകളുടെ സ്റ്റോപ്പ് ഓവർ പോയിന്റ് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആയിരുന്നു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് റിസർവിൻ്റെ 500 മീറ്റർ അപ്പുറം ഒരു ഓസ്ട്രിച്ച് ഫാമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലായി നമുക്ക് ധാരാളം ഓസ്ട്രിച്ചിനെ കാണാം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഈ ഏരിയയിൽ ഏകദേശം 2500ഓളം സ്പീഷീസിൽപ്പെട്ട പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഉണ്ടെന്നാണ് കണക്ക്. ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്കിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന 2 ഓഷ്യൻസ് റെസ്റ്റോറൻ്റാണിത്. 2 ഓഷ്യൻസ് തമ്മിൽ ചേരുന്ന ആഫ്രിക്കയുടെ സദേൺ ടിപ്പിൽ ആയതുകൊണ്ട് തന്നെയാണ് ആ പേര് വന്നതും. വിസിറ്റേഴ്സിന് വേണ്ടി വിശാലമായ ഡൈനിങ് സ്പേസ്, ക്യൂരിയോ ഷോപ്പ്, 2 ഓഷ്യൻസിലേക്കുള്ള മനോഹരമായ വ്യൂ ഇതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഫ്രഷ് സീ ഫുഡ് പ്ലാറ്റർ വളരെ ടേസ്റ്റി ആയിരുന്നു. അതോടൊപ്പം ഓസ്ട്രിച്ച് മീറ്റും ടേസ്റ്റ് ചെയ്തു. 97% ഫാറ്റ് ഫ്രീ ആയ പ്രോട്ടീൻ റിച്ച് മീറ്റാണ് ഓസ്ട്രിച്ചിൻ്റേത്. ചിക്കനിൽ നിന്നും വ്യത്യസ്തമായി ഇതൊരു റെഡ് മീറ്റാണ്. മസിൽ പ്രോട്ടീനായ മയോഗ്ലോബിൻ കൂടുതലുള്ളതുകൊണ്ടാണ് ഇത് റെഡ് മീറ്റിൽ പെടുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ കേപ്പ് പോയിന്റ് ലൈറ്റ് ഹൗസ് ആണ്. ലൈറ്റ് ഹൗസിലേക്ക് പോകാൻ താഴെ നിന്നും ഫ്യൂണിക്കുലർ സർവീസ് ഉണ്ട്. ഇത് ഫ്ലൈയിങ് ഡച്ച്മാൻ എന്നാണ് അറിയപ്പെടുന്നത്.
മുകളിലേക്ക് പോകുമ്പോഴുള്ള വ്യൂ അതിമനോഹരമായിരുന്നു. ഓൾമോസ്റ്റ് 4 മിനിറ്റ് എടുത്തു ടോപ്പിലെത്താൻ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്താണ് കേപ്പ് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സീ ലെവലിൽ നിന്നും 200 മീറ്ററിനും മുകളിലാണ് കിടക്കുന്നത്. കേപ്പ് പെൻസുല വഴി പാസ് ചെയ്യുന്ന കപ്പലുകൾ ഒരുപാട് അപകടങ്ങൾ ഫേസ് ചെയ്യാറുണ്ടായിരുന്നു. അതിശക്തമായ കാറ്റും കോസ്റ്റ് ലൈനിലുള്ള വലിയ റോക്ക് ഫോർമേഷനുമെല്ലാം ഷിപ്പ് റെക്സിനും കാരണങ്ങളായിരുന്നു. ഇത് തടയാനായിരുന്നു 1860 കേപ്പ് പോയിന്റിൽ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത്. സീ ലെവലിൽ നിന്നും 238 മീറ്റർ മുകളിൽ സ്ഥാപിച്ച ലൈറ്റ് ഹൗസ് അതിൻ്റെ ഹൈറ്റ് കാരണം മേഘങ്ങളിലും മൂടൽമഞ്ഞിലും മറിഞ്ഞ് പലപ്പോഴും കപ്പലുകൾക്ക് ലൈറ്റ് കാണാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ 1911 ഒരു പോർച്ചുഗീസ് ഷിപ്പ് കേപ്പ് പോയിന്റിൽ ഒരു അപകടത്തിൽപ്പെടുകയും അതിനുശേഷം പുതിയൊരു ലൈറ്റ് ഹൗസ് സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. പുതിയ ലൈറ്റ് ഹൗസ് സീ ലെവലിൽ നിന്നും വെറും 87 മീറ്റർ മാത്രമാണെങ്കിലും അതിൻ്റെ ലൈറ്റ് 63 കിലോമീറ്റേഴ്സ് അപ്പുറം വരെ കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സൗത്ത് ആഫ്രിക്കൻ തീരത്തെ ഏറ്റവും നല്ല ലൈറ്റ് ഹൗസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. കേപ്പ് പെനിൻസുലയുടെ മനോഹരമായ ഈ കോസ്റ്റ് ലൈനിൻ്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം. അങ്ങനെ ഞങ്ങൾ കേപ്പ് പെനിൻസുലയുടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടും തിരിച്ച് കേപ്പ് ടൗണിലേക്ക് പോകുന്ന വഴിയിലെ മനോഹരമായ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടും അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങി.